വർഷം 1960 അമേരിക്കയിൽ ഒരു സാധാരണ മനുഷ്യന് ഉദിച്ച ഒരു ഐഡിയയാണ് ഇന്ന് ലോകമെമ്പാടും ഹോട്ട് വീൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. കൊച്ചു കുട്ടികൾ വരെ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടം തന്നെയാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. ഒരിക്കലും കളിപ്പാട്ടമൊന്നും പറഞ്ഞാൽ നമ്മൾ അതിനെ മൊത്തത്തിൽ അങ്ങ് തള്ളിപ്പറയാൻ വരട്ടെ. സോ ഓരോ വ്യക്തികളുടെ മനസ്സിൻ്റെ അകത്ത് തന്നെ ഈ ഒരു കാറിൻ്റെ സ്ട്രക്ചറും അതേപോലെ അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഓരോരുത്തരുടെ മനസ്സിൽ തന്നെ കീഴടക്കിയാണ് ഈ ഹോട്ട് വീൽസ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ കൊച്ചിലെ തന്നെ ഈ ഒരു ഹോട്ട് വീൽസ് ഉണ്ടായിരുന്നു. സോ അന്ന് ഇത്രത്തോളം ക്ലിക്കായിട്ടില്ല. ഈവൻ എനിക്ക് തന്നെ ഒരു നല്ലൊരു ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ തന്നെയുണ്ട്. സോ ഈ ഒരു കളക്ഷൻ വന്നത് അമേരിക്കയിൽ ഒരു ചെറിയൊരു മനുഷ്യൻ്റെ തലയിൽ നിന്നാണ്. സോ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. കഥ നടക്കുന്നത് അങ്ങ് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ്. 1960 എലൈറ്റ് ഹാൻഡ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിലൊരു ആശയം ഉദിക്കുകയാണ്. അതായത് അന്നത്തെ വിൻറ്റേജ് കാർസായി ബെൻസൊക്കെ നല്ല രീതിയിൽ റണ്ണിങ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു കാറിൻ്റെ മുഖം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ആലോചിച്ചതാണ് ഇതേപോലത്തെ ഒരു ടോയ് ബ്രാൻഡ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളത്. സോ 1960 ഇദ്ദേഹം ഈ ഒരു ആശയം പങ്കുവച്ചത്. പിന്നെ ഇതൊരു വർക്കൗട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് 8 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1968 കാലിഫോർണിയയിൽ ആദ്യമായിട്ട് ഹോട്ട് വീൽസ് എന്ന ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഇത്രയും ലാഗാനുള്ള ഒരേ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ വാശിയാണ്. സോ അദ്ദേഹത്തിന് കുറച്ച് നിബന്ധനകളുണ്ടായിരുന്നു. സോ അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് മെയിനായിട്ടുണ്ടായിരുന്നു. 2 കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ ഒരു ടോയ് കാർ അട്രാക്റ്റ് ചെയ്ത് ഇതിനെ ഒന്ന് വാങ്ങിക്കണം എന്നൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കണം എന്നും അദ്ദേഹത്തിന് നല്ല രീതിയിൽ വാശിയുണ്ടായിരുന്നു. സോ ഇതിനെല്ലാം പുറമേ ആയിരിക്കണം അന്നത്തെ ആ ഒരു ഹോട്ട് വീൽസിൻ്റെ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചു തരാം. സോ അതാണ് ഈ ഓൾഡ് ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം അതായത് 1968 മുതൽ 1990 വരെ ഇത് വലിയൊരു രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സോ ഇത് 2000-ന് ശേഷമാണ് ഈ ഒരു ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഹൈപ്പ് അങ്ങ് കയറിപ്പോയത്. അത് എങ്ങനെയാണ്? സോ അതും അവിടുത്തെ ഒരു ബിസിനസ് പ്ലാനാണ് ഇദ്ദേഹം വർക്കൗട്ട് ചെയ്തത്. സോ മെയിനായിട്ട് ഈ ഒരു ടോയ് കാർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സ്റ്റുഡൻസ് അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ പോലെയുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവരുന്നത്. സോ 2000-ന് ശേഷം അതായത് അമേരിക്കയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത TV പ്രോഗ്രാംസ് കൊച്ചു പിള്ളേർ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാർട്ടൂൺ നെറ്റ്വർക്ക് പോകുക അതേപോലെ കുറച്ച് ചാനൽ ഞാൻ ഇത് കൊച്ചിലെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഹോട്ട് വീൽസിൻ്റെ പരസ്യം അവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അദ്ദേഹം കൊടുക്കുകയാണ്. സോ ഇത് കണ്ട് ആളുകൾ അവിടെ ഫ്ലാറ്റ് ആവുകയാണ് ചെയ്തത്. സോ അതിനുശേഷം ഹോട്ട് വീൽസ് നല്ല രീതിയിൽ കൂടെ ഹൈപ്പിലോട്ട് പോവുകയാണ് ചെയ്തത്. സോ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഏകദേശം $5441 ബില്യൺ ഈ ഒരു ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിനകം നേടിക്കഴിഞ്ഞിരിക്കുന്നത്. നിസ്സാര ഒരു ടോയ് കാർ വിറ്റാണ് അദ്ദേഹം ഈ ഒരു ബ്രാൻഡ് ഉയർത്തിക്കൊണ്ട് വന്നത്. സ്റ്റിൽ ഇപ്പോഴും റണ്ണിങ് ആണ്. ഈവൻ ചില ആളുകളൊക്കെ ഈ ഒരു ഹോട്ട് വീൽസിൻ്റെ ഓഫർ ഇടുമ്പോൾ ആളുകൾ കുത്തി നെരുങ്ങിയാണ് പോകുന്നത്. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ക്ലിയറൻസ് സെയിൽസ് അടക്കും പോലെ. സോ എന്തായിരുന്നാലും നല്ല രീതിയിൽ ഹൈപ്പുള്ള സാധനമാണ് ഈ ഒരു ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. കളക്ഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഈവൻ എനിക്ക് പോലും. സോ ഇതെല്ലാം പോട്ടെ, എന്തായിരുന്നാലും നിങ്ങൾക്ക് ഹോട്ട് വീൽസ് കാർ ഇഷ്ടമാണോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ കളക്ഷൻ ഉണ്ടെങ്കിൽ എത്ര നിങ്ങളിലുണ്ട്, ഏതൊക്കെ റിയലിസ്റ്റിക് കാർ നിങ്ങളിലുണ്ട് എന്ന് മാത്രം നിങ്ങൾ നോക്കുക. സോ ഈവൻ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും ഇത്രയും പൈസ കൊടുത്ത് ഈ ഒരു ഹോട്ട് വീൽസ് കാർ വാങ്ങിച്ചിട്ട് വല്ല ഉപയോഗം ഉണ്ടോ എന്ന്. സോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ആഗ്രഹമാണ്. സോ ഈവൻ ഇത്ര ഒരു കാർ ഈ ഒരു ഹോട്ട് വീൽസ് കളക്ഷൻ എല്ലാം എൻ്റെ വീട്ടിൽ വേണം എന്ന് പറയും. നമ്മുടെ മമ്മൂക്കായും ദുൽഖറിനെയും പോലെ തന്നെ ഒരുപാട് മിനിയേച്ചർ കാർസ് ഉണ്ടല്ലോ. സോ അതിപ്പോൾ ഒരു ഭ്രാന്തെന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ചെറിയ രീതിയിൽ ഭ്രാന്തെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള കാറുകൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കുക, അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. ഇതിലൂടെ നമ്മൾ ആ ഒരു റിയാലിറ്റിക്ക് പോയി. ഇന്ന് മിനിയേച്ചർ കാറാണെങ്കിൽ നാളെ ഒറിജിനൽ കാർ, അത്രേ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. സോ ഇന്നൊരു കളിപ്പാട്ട കാർ വാങ്ങിച്ചെങ്കിൽ നാളെ അത് റിയലിസ്റ്റിക് ആയിട്ടൊരു റിയൽ കാർ അവിടെ വാങ്ങിച്ചിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. സോ എന്തായിരുന്നാലും ഹോട്ട് വീൽസിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർ കളക്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ ഇതിലും മികച്ച നല്ലൊരു മണി മോട്ടീവ് ബിസിനസ് കണ്ടൻറ്റായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.